ഹലോ. ആ ഗ്രാമത്തിലെ വഴിത്താരകളിലൂടെ അവർ വളരെ വേഗത്തിൽ നടന്നു. അവരുടെ പിന്നാലെ ഒരാൾ ഒറ്റയ്ക്കും നടക്കുന്നുണ്ടായിരുന്നു. കടുത്ത വേനൽക്കാലമായിരുന്നതിനാൽ ഗ്രാമത്തിലെ വഴിയോരങ്ങളെല്ലാം പൊടിപടലങ്ങളാൽ നിറഞ്ഞിരുന്നു. യാത്ര കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആ സന്ധ്യാനേരത്ത് വേനൽ മഴ പെയ്യാൻ തുടങ്ങി. അവരുടെ നടത്തത്തിന്റെ വേഗം കൂടി. കാലിൽ അണിഞ്ഞിരുന്ന ചെരുപ്പുകളും അവരുടെ കാൽക്കുഴകളും കാൽപാദങ്ങളും പതുക്കെ പതുക്കെ കുഴഞ്ഞു മറഞ്ഞ ചേറ്റിലും ചെളിയിലും താഴുവാൻ തുടങ്ങി. അപ്പോഴും അവരുടെ പിറകെ ആ മനുഷ്യൻ സാവകാശം നടക്കുന്നുണ്ടായിരുന്നു. വിശപ്പും ദാഹവും ക്ഷീണവും ആ യാത്രയുടെ ദൈർഘ്യം കൂട്ടിയതുപോലെ അവർക്ക് തോന്നി. ഒടുവിൽ അവർ അവരുടെ താമസ സ്ഥലത്തെത്തി. ആരും അവരുടെ കാലുകൾ കഴുകിയില്ല. ആരും പരസ്പരം സഹായിച്ചില്ല. മുറ്റത്ത് നിറച്ചു വെച്ചിരുന്ന ഭരണിയിലെ വെള്ളം ഒരാൾ പോലും മറ്റൊരാളുടെ പാദങ്ങളിലേക്ക് ഒഴിച്ചു കൊടുത്തില്ല. ചെളിയും മണ്ണും പൊടിയും പുരണ്ട ആ പാദങ്ങളുമായി അവർ അത്താഴമേശയ്ക്ക് ചുറ്റും നിരന്നിരുന്നു. പിന്നാലെ വന്നു കയറിയ ആ മനുഷ്യൻ, അവരുടെ ഗുരു, അവരോട് ചോദിച്ചു, അത്താഴത്തിന് മുൻപ് കൈകാലുകൾ കഴുകണമെന്നുള്ളത് നമുക്ക് പ്രധാനമല്ലേ? അവർ പറഞ്ഞു, ഇവിടെ ആരും വെള്ളം ഞങ്ങളുടെ പാദങ്ങളിലേക്ക് ഒഴിച്ചു തരാനായി കാത്തു നിന്നിട്ടുണ്ടായിരുന്നില്ല. അത് ദാസന്മാരുടെ ജോലിയാണ്, അത് അടിമകളുടെ ജോലിയാണ്. ഗുരു പുഞ്ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങളിൽ ഒരാൾക്ക് മറ്റുള്ളവരുടെ പാദങ്ങളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമായിരുന്നില്ലേ? ഗുരുവിൻ്റെ ആ ചോദ്യം അവരുടെ കർണപുടങ്ങളിലേക്ക് ചെന്ന് വീഴുമ്പോഴും അവർ മേശയ്ക്ക് ചുറ്റും തർക്കിച്ചുകൊണ്ടിരുന്നത്, തങ്ങളിൽ ആരാണ് ഇനിയിപ്പോൾ അടിമയാകാൻ പോകുന്നത്? തങ്ങളിൽ ആരാണ് ദാസ്യപ്പണി ചെയ്യാൻ പോകുന്നത്? എല്ലാവരും അവരവരെ വലിയവരായി കണ്ടപ്പോൾ സ്വയം താഴാൻ അവരൊക്കെ മടിച്ചു. ഗുരു തൻ്റെ മേൽക്കുപ്പായം ഊരി മാറ്റി ഭരണിയിൽ നിന്ന് വെള്ളമെടുത്ത് അവരുടെ ഓരോരുത്തരുടെയും പാദങ്ങൾ കഴുകാൻ തുടങ്ങി. അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു ഗുരുവും ചെയ്തിട്ടില്ല. ചെയ്യാൻ ഒരു ഗുരുവിനും സാധിക്കുകയുമില്ല. എങ്കിലും തങ്ങളുടെ ഗുരു അത് ചെയ്തിരിക്കുന്നു. മഹത്തായ ഒരു ഓർമ്മയും ഒരു പാഠവും നൽകിക്കൊണ്ട് വീണ്ടും പെസഹായുടെ ദുഃഖം കിനിയുന്ന ഓർമ്മകൾക്ക് മുന്നേ അവൻ്റെ ഓർമ്മകൾ ഹൃദയത്തിൽ ഇടം പിടിക്കുകയാണ്. നസ്രായൻ്റെത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവനോളം പ്രപഞ്ചത്തെ സ്വാധീനിച്ച ഒരു മനുഷ്യഗുരു ഉണ്ടായിട്ടില്ല. എല്ലാവരും വലിയവരാകാൻ മത്സരിക്കുന്ന ഇടങ്ങളിൽ അവൻ വിനയം കൊണ്ട് ശിരസ് കുനിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറഞ്ഞത്. ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു കളിയിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തിയാൽ ഇനി ഒരിക്കലും ആ കായിക വിനോദത്തിന് ഇല്ല എന്ന് തീരുമാനിക്കുന്ന ആളുകൾ ഉള്ള കാലഘട്ടമാണ് നമ്മുടേത്. ഒരു തിരഞ്ഞെടുപ്പിന് ഒരു സ്ഥാനം നൽകിയില്ല എങ്കിൽ ഇനി ഒരിക്കലും ചിലപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ള തീരുമാനമെടുക്കുന്ന മനുഷ്യർ, ഏതെങ്കിലും സാഹചര്യങ്ങളാലോ കാരണങ്ങളാലോ ഒരു തവണ ഒഴിവാക്കപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യർ, എല്ലാവരും സ്വയം വലിയവരാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ. ഇവിടെയാണ് സേവനത്തിൻ്റെ രാജകീയ ഭാവം ഗുരു പ്രകടമാക്കുന്നത്. എല്ലാവരും അവരവർ തന്നെയാണ് വലിയവർ എന്ന് കരുതുന്ന ഇടങ്ങളിൽ മനുഷ്യകുലത്തിൻ്റെ നാശം ആരംഭിക്കുകയാണ്. താഴ്ന്നു കൊടുക്കുന്നതോ തോറ്റുവെന്ന് സമ്മതിക്കുന്നതോ എല്ലാം ഒരിക്കലും പരാജയമല്ല. ചിലപ്പോൾ അത് പരാജയമായി അല്പനേരത്തേക്ക് തോന്നാമെങ്കിലും ആത്യന്തികമായ വിജയത്തിലേക്കുള്ള ചുവടുകളാണ്. നമ്മൾ എത്രത്തോളം വാശിയോടെയാണ്, എത്രത്തോളം വൈരാഗ്യത്തോടുകൂടെയാണ് മറ്റുള്ളവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും താഴ്ന്നു കൊടുക്കുന്നില്ല എന്നുള്ള വാശി ഹൃദയത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ബന്ധങ്ങളൊക്കെ വളരെ വളരെ സ്ട്രെയിൻഡായി മാറുകയാണ്. ഇങ്ങനെ പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ ഒരിക്കലും സമാധാനമോ സന്തോഷമോ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല. ഒരു തെറ്റ് പറ്റിയാൽ സോറി എന്ന് പറയാൻ മനസ്സ് മടിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഒരാളോട് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എല്ലാം ശരിയാകുമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ഇപ്പോഴും എളിമയുടെ ഉറവ പറ്റാത്ത മനുഷ്യരാണ് നമ്മളെന്ന് നമുക്ക് മനസ്സിലാകും. ഒന്ന് താഴ്ന്നു കൊടുക്കാം. ജീവിതത്തിൻ്റെ ഉയർച്ചകളിലേക്കുള്ള ആദ്യത്തെ പടവ് അതാണെന്ന് തിരിച്ചറിയാം. താഴ്ന്നു കൊടുത്തവരെല്ലാം മണ്ണോളം താഴ്ന്നു പോയിട്ടില്ല കേട്ടോ. അവരൊക്കെ വിണ്ണോളം ഉയർന്ന ചരിത്രമാണ് ലോകത്തിനുള്ളത്. വാശിയും വൈരാഗ്യവും ഒക്കെ നമുക്ക് വെടിയാം. ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയങ്ങളാണ്. ഈ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നന്മയ്ക്ക് വേണ്ടി കൂടെയുണ്ട് കേട്ടോ. കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥനയും.